വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം തിരുവചനം. മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, യേശു മെശിഹായാണെന്ന് തൻ്റെ ശിഷ്യന്മാർ വിശ്വസിക്കുകയും അറിയുകയും ഏറ്റുപറയുകയും ചെയ്തതിന് ശേഷം ഈശോ കുരിശിൻ്റെ രഹസ്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതായത് താൻ വളരെ അടുത്ത് തന്നെ പൂർത്തിയാക്കാൻ പോകുന്ന രക്ഷാകര പ്രവൃത്തിയുടെ ക്രമം അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ കാതലായ ഭാഗം, നാം ഏറ്റുപറയുന്നതും നാം വിശ്വസിക്കുന്നതും നാം നിത്യജീവനിൽ നിലനിൽക്കുന്നതുമായ അടിസ്ഥാന മൂലക്കല്ലുകൾ അല്ലെങ്കിൽ അടിസ്ഥാന പ്രമാണങ്ങളാണിത്. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉയിർത്തെഴുന്നേൽപ്പും. നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൻ്റെ കാതലും കേന്ദ്രവും ഇതാണ്. രക്ഷാകര സംഭവത്തിൻ്റെ ആദിമ മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യൻ രക്ഷിക്കപ്പെടേണ്ടതിന് പിതാവായ ദൈവം മനുഷ്യന് നൽകിയ രക്ഷാകര പദ്ധതിയുടെ കേന്ദ്രം ഇതാണ്. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉയിർത്തെഴുന്നേൽപ്പും. ഈ രഹസ്യം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. എന്നാൽ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത, പീഡ സഹിക്കുകയും പരാജയപ്പെടുകയും കുരിശിൽ മരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനിലൂടെ, ഒരു പ്രവൃത്തിയിലൂടെ എപ്രകാരം മറ്റു മനുഷ്യർ രക്ഷ പ്രാപിക്കും? അത് കുറേ കൂടി ഡീറ്റെയിൽ ആയിട്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു. മാമോദീസ വഴി അവൻ്റെ കുരിശുമരണത്തോട് നാം ഐക്യപ്പെടുന്നുവെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിലും നാം ഐക്യപ്പെടുകയും പങ്കാളികളായിത്തീരുകയും ചെയ്യും. ഈ രഹസ്യം, ഈ കുരിശിൻ്റെ രഹസ്യം, മിസ്റ്ററി ഓഫ് ദ ക്രോസ്, ഇത് തൻ്റെ ശിഷ്യന്മാരെ ഈശോ പഠിപ്പിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് വചനങ്ങളിൽ നമുക്ക് കാണാം, സാധാരണ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ഈ സഹനത്തെയും സഹനം വഴിയുള്ള രക്ഷയെയും അപ്പസ്തോലന്മാർ ആദ്യം നിഷേധിക്കുന്നത്, അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ പ്രമാണിയായ പത്രോസ് നിഷേധിക്കുന്നത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ മനുഷ്യരുടെയും സ്വഭാവം അതുതന്നെയാണ്, അല്ലെങ്കിൽ പ്രകൃതം അതാണ്. കുരിശിനെ അല്ലെങ്കിൽ സഹനങ്ങളെ മോശപ്പെട്ടതായി കാണുകയോ അതിനെ തിരസ്കരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നു. എന്നാൽ സഹനങ്ങളുടെ രക്ഷാകര മാനമാണ് ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ ടു ഓൾ ഓഫ് യു.